കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സർഗോത്സവത്തിന് തുടക്കമായി. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സർഗോത്സവം ഒരുക്കിയിട്ടുള്ളത്. മെയ് 20 സമാപിക്കും. മുൻ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സർഗോത്സവത്തിന് തുടക്കം. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സർഗോത്സവം ഒരുക്കിയിട്ടുള്ളത്. അറിവിന്റെ ഉത്സവമായ സർഗോത്സവം മെയ് 11 മുതൽ 20 വരെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മുൻ കൃഷിമന്ത്രി പി പ്രസാദ് സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ആകാശം നീലിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ചോദ്യവാക്യതാണ് ഏത് വാക്ക്? ഓക്കെ, ആ ചോദ്യം ചോദിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല ഉത്തരവും കിട്ടുള്ളൂ. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ മാത്രമേ പ്രയോജനവും ഉള്ളൂ. കേട്ടോ, ആ ചോദ്യം ചോദിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്കാവുന്നുണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരം തേടാൻ നിങ്ങൾക്കാവുന്നുണ്ടോ? ഉത്തരം നോക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ പൂച്ച മറക്കാത്തതെന്ന് അറിയണ്ടേ നമുക്ക്? എന്തുകൊണ്ടാണ് ഈ മഴവില്ലിന് ഈ നിറം ഇത്രയേ ഉള്ളൂ എന്ന് അറിയണ്ടേ നമുക്ക്? എന്തുകൊണ്ടാണ് ഈ ആകാശം നീടിച്ചിരിക്കുന്നത് അറിയണ്ടേ നമുക്ക്? എന്തുകൊണ്ടാണ് ഈ മേളിൽ നിന്ന് മാത്രം വെള്ളം താപ്പോട്ട് വീഴും, താഴെ ഇത്രയും വെള്ളം കടലിൽ കിടന്നെങ്കിൽ ഒരു തുള്ളി പോലും മേപ്പോട്ട് പോകുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് നമുക്ക് അറിയണ്ടേ നമുക്ക്? അവിടെയാണ് ആ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന്റെ വലിയ പ്രസക്തി ഉണ്ടാകുന്നത്. നഗരസഭാ ചെയർപേഴ്സണും സ്വാഗത സംഘം ചെയർപേഴ്സണുമായ എസ് ശോഭിൻ അധ്യക്ഷനായി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ NL വത്സരകുമാരി, കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധർമണി തമ്പാൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ടോമി എബ്രഹാം, അദീന രാജു, ഗീതാകുമാരി, ബീന അജി, S സനീഷ്, കൗൺസിലർമാരായ P ഉണ്ണികൃഷ്ണൻ, D ജ്യോതിഷ് എന്നിവർ ആശംസകൾ നേർന്നു. ചേർത്തല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ A അബ്ദുൾ സലാം, ഉപജില്ലാ ഓഫീസർ ജയലക്ഷ്മി, SMC ചെയർപേഴ്സൺ B ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. NR ബാലകൃഷ്ണൻ സ്വാഗതവും മേഖലാ സെക്രട്ടറി K ദാസപ്പൻ നന്ദിയും പറഞ്ഞു. 300 കുട്ടികളെ 20 പേർ വീതമുള്ള 15 ഗ്രൂപ്പുകളായി തിരിച്ചാണ് സർഗോത്സവ പരിപാടികൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അവസാന ദിവസമായ മെയ് 20 പ്രവർത്തനാനുഭവങ്ങളുടെ അവതരണം, പഠന കോൺഗ്രസ്, കുട്ടികൾ നിർമ്മിച്ച വസ്തുക്കളുടെ പ്രദർശനം എന്നിവ നടക്കും. ക്രിയേറ്റിവിറ്റി കോർണറിൽ എല്ലാ ദിവസവും കുട്ടികൾക്ക് സ്വന്തമായി ചെയ്തു നോക്കാൻ കഴിയുന്ന തരത്തിൽ പസിലുകൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ഊഞ്ഞാലും മറ്റ് അലങ്കാരങ്ങളും ഉൾപ്പെടെ കുട്ടികളെ ആകർഷിക്കുന്ന കാര്യങ്ങളും സർഗോത്സവത്തിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു.